2, 6, 8, 2, Mysuru Superfast Express. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. നമ്മളൊരു പുതിയൊരു എപ്പിസോഡ് തുടങ്ങാൻ പോവാണ്. ശ്രീലങ്കയിലേക്കുള്ള യാത്രയുടെ എപ്പിസോഡാണ്. ശ്രീലങ്കയിലേക്ക് വിസ വേണ്ട, എന്നാലോ വിസ വേണേനും. അതായത് പാസ്പോർട്ടിൽ വിസ അടിച്ചിട്ട് ആദ്യം വരേണ്ട ആവശ്യമില്ല. ഈ വിസ എടുത്താൽ മതി. അതിന് ഏകദേശം ഒരു 500 രൂപയുടെ താഴെ ഉള്ളൂ. അതിനെപ്പറ്റിയൊക്കെ ഞാൻ ഈ എപ്പിസോഡിൽ പറയാം. അപ്പൊ ശ്രീലങ്കന്റെ എപ്പിസോഡ് നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഫ്ലൈറ്റിലാണ് പോകുന്നത്. അപ്പൊ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണണം. ഞാനിപ്പോൾ ഉള്ളത് പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലാണുള്ളത്. സമയം 10 മണിയാണ് ഇപ്പോൾ രാവിലെ. അപ്പോൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. പാലക്കാടേക്ക് പോവുകയാണ് ബസ്സിന്. പാലക്കാട് നിന്ന് ട്രെയിനിനാണ് പോകുന്നത്. അപ്പോൾ ബസ് പുറപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 11:30 മണി. അങ്ങനെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ ഒരു പാലക്കാട് ജംഗ്ഷൻ എന്നിട്ടൊരു ബോർഡൊക്കെ ഉണ്ട്. ഒരു ട്രെയിനിൻ്റെ ഒരു എഞ്ചിനൊക്കെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു 5 മിനിറ്റ് നടന്നാൽ ആ കൊടി പാറുന്നില്ല, അവിടെയാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. 1:45 എൻ്റെ ട്രെയിൻ ഉള്ളത്. ഇപ്പോൾ സമയം 11:40 ആയിട്ടുണ്ട്. ഇത് ഹൈവേ ആണ്, കോഴിക്കോട് പാലക്കാട് ഹൈവേ ആണ് ഈ കാണുന്നത്. ഇനി നമ്മൾ ആ കൊടി പാറുന്ന അവിടേക്ക് എത്തണം. ഒരു 5 മിനിറ്റ് നടക്കാൻ ദൂരമുണ്ട്. 1:45 നമ്മൾ ട്രെയിൻ കറക്റ്റാണ്. അപ്പം നേരെ കുറച്ച് നടന്നു പോവുകയാണ് ഞാൻ അങ്ങോട്ടേക്ക്. ഇവിടെ നല്ലൊരു എഞ്ചിനൊക്കെ ഇട്ടിട്ട് നല്ല പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. ഇതാണ് മെയിൻ റോഡ്. ഇവിടെ ഒരു ചെറിയൊരു റൗണ്ട് അബൌട്ടൊക്കെ ഉണ്ട്. ഈ ഒരു ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡുകളൊക്കെ ഉണ്ട്. ഇവിടെ 2 വഴിയുണ്ട് ഇങ്ങോട്ടേക്ക് കിടക്കാൻ. ഇതിലേ അങ്ങനെ അങ്ങോട്ടേക്ക്, അതിലേ അങ്ങനെ അങ്ങോട്ട് പോവാം. ഇത് മറ്റേ ഇവിടെ പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു മാർക്കറ്റ് ഏരിയ ആണ്. അപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ പെയിൻ്റൊക്കെ അടിച്ച് ഉഷാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നേരെ ഞാൻ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ്. പാലക്കാട് ജംഗ്ഷൻ, ഒലവക്കോട് നിന്നാണ് ഇവിടേക്ക് പറയുക. പക്ഷേ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് പാലക്കാട് നിന്നാണ്. പാലക്കാട് ജംഗ്ഷൻ എന്നാണ് പറയുക. 1:45 എൻ്റെ ട്രെയിൻ ഉള്ളത്. അത് രാത്രി ഏകദേശം ഒരു 11 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തും. ചെന്നൈയിലെത്തും, ചെന്നൈ സെൻട്രലെത്തും. പിന്നെ രാവിലെ പുലർച്ചെയാണ് നമ്മുടെ ഫ്ലൈറ്റ് ഉള്ളത് കൊളംബോയിലേക്കുള്ള. ഇപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇവിടെ ട്രെയിനിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. 4ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വരിക. ഇതിപ്പോൾ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ്. ഇതിൻ്റെ 2 അവിടെയാണ്. അവിടെ AC റൂമൊക്കെ ഉണ്ട്, മറ്റേ യാത്രക്കാർക്ക് ഇരിക്കാനുള്ളത്. ഇവിടെ കുറച്ച് തീർത്ഥാടകരുണ്ട്, ചുവന്ന ഡ്രസ്സ് ഇട്ടിട്ടുള്ള. അവർ ചുവന്ന സാരി, ചുവന്ന ബ്ലൗസ്, ചുവന്ന ഷർട്ട് ഒക്കെ ഇട്ടിട്ടുള്ള. അവർ ചെന്നൈയിലൊരു തീർത്ഥാടന കേന്ദ്രമുണ്ട്, അങ്ങോട്ടേക്ക് പോണ്. റെഡുള്ളതും മഞ്ഞുള്ളതുണ്ട്. മഞ്ഞെന്ന് പറഞ്ഞാൽ മുമ്പ് പോയ ആൾക്കാരാണ് മഞ്ഞ ഇടുന്നത്. ഫസ്റ്റ് ടൈം പോകുന്നവർ റെഡ് ഡ്രസ്സായിട്ട് നിന്നാൽ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇനി ട്രെയിനിന് എൻ്റെ ട്രെയിൻ തന്നെയാണ് തോന്നുന്നത് അവർ വരുന്നത്. അതാ അപ്പോൾ നമ്മൾ ട്രെയിൻ വരുന്നുണ്ട്. ഷാർപ്പ് ടൈമിന് തന്നെ എത്തിക്കുന്ന ട്രെയിൻ. S1 എൻ്റെ ബോഗി, AC കോച്ചല്ല. അപ്പം ഇനി ഞാൻ ഇതിൽ കയറാൻ പോവാണ്. അങ്ങനെ കോയമ്പത്തൂർ എത്തിക്കുന്നു. ഉച്ചക്കായതുകൊണ്ട് പിന്നെ ഉറങ്ങാതെ ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ ഒന്നിങ്ങനെ കണ്ടുപോവാം. ഇപ്പം തിരുപ്പൂർ എത്തിയിട്ടുണ്ട്. നമ്മളെ ബനിയൻ ഫാക്ടറികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് തിരുപ്പൂർ. ഇത് ഈരോഡ് ജംഗ്ഷനാണ്. ഇവിടുന്ന് നമ്മളെ ടോയ്ലറ്റിലൊക്കെ വെള്ളം നിറക്കുകയാണ്. വെള്ളം ഒഴിവാക്കുന്നുണ്ട്, വെള്ളം നിറക്കുന്നുണ്ട് ഇവിടെ. ഈറോഡ് ജംഗ്ഷൻ. അപ്പോൾ അവിടെ നിന്നും പുറപ്പെട്ടിട്ടുണ്ട്.
ഇപ്പം സമയം 5:10 സൂര്യനൊക്കെ പോയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊന്നും ഈ വെള്ളം നിറക്കുക, എല്ലാ സ്ഥലങ്ങളിലൊന്നും ഈ ട്രെയിൻ വെള്ളം നിറക്കുന്ന സ്ഥലങ്ങളില്ല. പാലക്കാട് നിന്നും ചെന്നൈ സെൻട്രലിലേക്ക് 395 രൂപയാണ്. പെരിന്തൽമണ്ണയിൽ നിന്ന് KSRTC ഒരവക്കോട്ടേക്ക് 73 രൂപയാണ് ബസ് ചാർജ് ഉള്ളത്. ഇന്ന് വ്യാഴാഴ്ച ദിവസമാണ്, എനിക്കിന്ന് നോമ്പാണ്. അപ്പോൾ ഞാൻ നോമ്പ് തുറക്കാൻ ജ്യൂസും ഈത്തപ്പയൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. അങ്ങനെ ജോലാർപേട്ട് ജംഗ്ഷനിൽ എത്തിക്കുന്നു. ഇവിടെ ചെറുപ്പേരം കുറച്ചു നേരം നിർത്തിയിടും തോന്നുന്നുണ്ട് ട്രെയിന്. അങ്ങനെ ചെന്നൈയിൽ എത്തിക്കുന്നു. ചെന്നൈയിൽ ഇറങ്ങുകയാണ്. ഇപ്പോൾ സമയം ഷാർപ്പ് 11 മണിയാണ്. ഇനി ഇവിടുന്ന് നേരെ മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. എയർപോർട്ടിൻ്റെ ഇവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് മെട്രോ ഉണ്ട്. ഇതിലെങ്ങനെ നടന്നു പോകണം. ഇവിടെ കൊതുകുവലയൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഏത് പ്ലാറ്റ്ഫോമിലാണ് ഈ സംഭവം? നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ നടക്കില്ല. ചെന്നൈയിലൊക്കെ നടക്കും. അവിടെ നിന്ന് കിടക്കുന്നുണ്ട്, ഇവിടെ ഒന്ന് കിടക്കുന്നുണ്ട്. ഇവരൊക്കെ ട്രെയിൻ ചിലപ്പോൾ കുറേ വൈകിട്ടുണ്ടാവും രാത്രി. അതിന് വേണ്ടിയിട്ട് കിടന്നുറങ്ങണം. ഇപ്പോൾ ഒരു പുതപ്പൊക്കെ വിരിച്ചിട്ട് കാര്യമായിട്ട് ഉറങ്ങാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. ഇനി ഡോക്ടർ MG രാമചന്ദ്രൻ എന്നതിൻ്റെ പേര്, ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര്. നമ്മുടെ നാട്ടിൽ നിന്ന് രാത്രിയാണ് കൂടുതൽ ട്രെയിൻ ഇങ്ങോട്ടേക്കുള്ളത്. രാത്രി ഒരു 10 മണിക്ക് ശേഷം ഒരു 3-4 ട്രെയിന് ചെന്നൈയിലേക്കുണ്ട്. ഇത് ലാസ്റ്റാണ്. ഇവിടെ വന്ന് നിർത്തും. പിന്നെ മറ്റേ ഭാഗത്തേക്ക് മാറുക. ഇത് ലാസ്റ്റ്. കൽക്കട്ടയിലും ഇതേപോലെ ഒരു ഭാഗത്തുണ്ട് ലാസ്റ്റ് വന്ന് നിൽക്കുന്ന. അപ്പോൾ ഇനി ഇവിടുന്ന് പുറത്തേക്ക് കിടക്കുകയാണ്. വലിയൊരു ഫാനൊക്കെ ഉണ്ട് ഇവിടെ. വലിയ വിശാലമായിട്ടൊരു ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ആൾക്കാർ കിടന്നുറങ്ങുന്നുണ്ട്. ഇതാണ് പുറത്തേക്കുള്ള എൻട്രൻസ്. ഇവിടുന്ന് ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലേക്ക്, എയർപോർട്ട് മെട്രോ സ്റ്റേഷനിലേക്കുള്ള ദൂരം വളരെ കുറച്ച് നടക്കാനുള്ള ദൂരമുള്ളൂ. ഇതാണ് റെയിൽവേ സ്റ്റേഷൻ്റെ പുറംഭാഗം. പഴയ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ്. ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങിയിട്ട് ആ ഒരു ലൈറ്റ് കാണുന്നില്ല സ്ക്രീൻ, ആ ഒരു ഭാഗത്താണ് മെട്രോ സ്റ്റേഷൻ ഉള്ളത്. അപ്പോൾ ഇതിലേ അങ്ങനെ പോയിട്ട് ഇങ്ങോട്ടേക്ക് അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങുകയാണ്. ഈ 24 hour ഉണ്ട് ഈ എയർപോർട്ട് മെട്രോ. പക്ഷേ മറ്റേത് മെട്രോ ചെന്നൈയിൽ 11 മണിയോടെ ക്ലോസ് ആവും. മറ്റേത് എയർപോർട്ട് മെട്രോ 24 hour വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് മെട്രോ ടിക്കറ്റാണിത്. ഒരാൾക്ക് 40 രൂപയാണ് ടിക്കറ്റ്. അപ്പോൾ ഞാൻ മെട്രോയിലേക്ക് കയറുകയാണ്. ഇതിനുള്ളിൽ അധികം വീഡിയോ എടുക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് തിരക്കുണ്ട്. എയർപോർട്ട് യാത്രക്കാർ മാത്രമുള്ള കാര്യമായിട്ടുള്ളത്. ഒരു എലി പായുന്നുണ്ട് ഇതിൻ്റെ അടിയിൽ കൂടി. ഇതൊക്കെ സ്റ്റോപ്പുകളുടെ പേരുകളാണ് ഈ കാണുന്നത്. ലാസ്റ്റാണ് എയർപോർട്ട്. അപ്പോൾ യാതൊരു തെറ്റാനുമില്ല, വേറെ എവിടെയും തെറ്റാനും കാര്യങ്ങളൊന്നുമില്ല. ഏറ്റവും എൻഡാണ് എയർപോർട്ട് ഉണ്ടല്ലേ. തിരക്ക് വളരെ കുറവാണ്. അല്ലെങ്കിൽ പകലൊക്കെ നല്ല തിരക്കായിരിക്കും. അപ്പോൾ ഞാനിനി മെട്രോയിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. എയർപോർട്ട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ജസ്റ്റ് നടക്കേണ്ട ദൂരമുള്ളൂ എയർപോർട്ടിലേക്ക്. അപ്പോൾ എസ്കലേറ്ററിൽ കൂടി അങ്ങനെയായിട്ട് പോയിട്ട് നമുക്കങ്ങനെ പോവാം. ഇതിൽ നിലത്തിങ്ങനെ ബോർഡൊക്കെ ഉണ്ട്, കാലിൻ്റെ ചിഹ്നമൊക്കെ ഉണ്ട്. അതിലേ അങ്ങനെ നേരെ പോയാൽ മതി, തെറ്റാനൊന്നുമില്ല. അപ്പോൾ എയർപോർട്ടിലേക്ക് യാതൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമില്ല. വളരെ കുറഞ്ഞ ചിലവുള്ളൂ റെയിൽവേ സ്റ്റേഷൻ വരാൻ. ടാക്സി എടുത്ത് വരികയാണെങ്കിൽ ഒരുപാട് ചാർജ്, സമയം ഒരുപാട് വേസ്റ്റ് ഒക്കെയാണ്. അതുകൊണ്ട് മെട്രോ ഉപയോഗിച്ചാൽ മതി ചെന്നൈയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയർപോർട്ടിലേക്ക് പോകാൻ. ഇവിടെ ലിഫ്റ്റ് ഉണ്ട്. ഇനി ഈ ലിഫ്റ്റിൽ അങ്ങോട്ട് കയറിയിട്ട് വേണം പോകണം. അപ്പോൾ എയർപോർട്ടിൻ്റെ പുറത്തെത്തിയിട്ടുണ്ട്. ഇനി ഒരു ട്രോളി വിളിച്ചിട്ട് ഉള്ളിലേക്ക് കയറണം. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ നിർത്തുകയാണ്. ബാക്കിയുള്ള എപ്പിസോഡ് നമുക്ക് അടുത്തതിൽ കാണാം. അന്ന ഇൻ്റർനാഷണൽ ടെർമിനലാണിത്. ടെർമിനൽ 2-ലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്.
അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നാൽ താങ്ക് യു.